ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഗായ്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റലിൻ്റെ ആക്സും പിക്കാക്സും അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് ബോ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. മെറ്റലിൽ ഉണ്ടാക്കണം. അത് 24 ലെവലിലാണ് നമ്മുടെ റിഫൈനർ ഫ്രോഗും അതേപോലെ തന്നെ സ്മിതി മെറ്റൽ പിക്കാക്സ് അതേപോലെ തന്നെ മറ്റേ ആക്സൊക്കെ ഓപ്പണായി വരുന്നത്, അൺലോക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ റിഫൈനർ ഫ്രോഗ് എടുത്താണ്ട് നമ്മളെ വീട്ടിൽ വെക്കുക. അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം വെച്ചാൽ റോക്ക് വേണം, വുഡന് വേണം, അതേപോലെ തന്നെ എന്തൊക്കെ ഹൈഡ് വേണം, ആ സാധനങ്ങൾ വേണം. അത് ഞങ്ങൾ എന്തുണ്ടാക്കുക, നമ്മുടെ റിഫൈനർ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുക വെച്ചാൽ നമ്മൾ ടാച്ചോ വുഡ് അതിലേക്ക് ഇട്ടിട്ട് നമ്മളെ മെറ്റൽ അതിക്കിടുക. അപ്പോൾ നമുക്ക് അയണായി കിട്ടും. മെറ്റൽ ഇവിടെ കിട്ടില്ല വെച്ചാൽ നമ്മൾ കളിക്കിനിടയ്ക്ക് ഗോൾഡിൻ്റെ റോക്ക് കാണാൻ പറ്റും. അത് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മെറ്റൽസ് കിട്ടും. മെറ്റൽ കുറേ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും, നമ്മളെ മെറ്റൽ പിക്കാക്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെറ്റൽ പിക്കാക്സ് ഇട്ട് ആ ഗോൾഡൻ്റെ റോക്ക് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മെറ്റൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് മെറ്റലിൻ്റെ ആർമർ ഉണ്ടാക്കാം. എല്ലാ സാധനവും മെറ്റൽ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മെറ്റൽ യൂസ് ചെയ്യുന്നത്. മെറ്റലല്ല, അയൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുക വെച്ചാൽ നമ്മുടെ ആക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനൊക്കെ ഒറ്റൊരു അയൺ മതി, അയൺ ഇൻഗോട്ട് മതി. അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് ബോ ഉണ്ടാക്കുന്നുണ്ട്. ക്രോസ് ബോ വെച്ചാൽ തോന്നിന് ഡാമേജ് ഉണ്ട് അതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡൈനോസർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിനെ കില്ല് ചെയ്യാൻ കഴിയും. അതിനാണിപ്പോൾ നമ്മുടെ ഡിഫൻസിനാണ് ഈ ക്രോസ് ബോ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അതിക്ക് നമുക്ക് എന്തിടാം, നമ്മുടെ ഡ്രാഗൺ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ അതിക്കിട്ട് ഡ്രാഗണിൻ്റെ ഡാമേജ് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അനിമൽസിനെ മയക്കിയെടുക്കാൻ പറ്റും, ടീം ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ഇട്ടാൽ വലിയ നിർബന്ധമൊന്നുമില്ല, ഷെയർ ചെയ്യണം നിർബന്ധമില്ല. അത് കയറി പോയിക്കോളും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണുന്നവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ARKൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ഗെയിമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങി കുറേ കാലമായി. ഇതിന് മുമ്പ് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു 65 ലെവലിലെ. ആ അക്കൗണ്ട് ഞാൻ സേവ് ആക്കാത്തതുകൊണ്ട് ആ അക്കൗണ്ട് പോയി ഗൈസ്. അപ്പോൾ നിങ്ങൾ സേവ് ആക്കിയിട്ട് കളിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം നിങ്ങളിത് ഡിലീറ്റ് ആക്കിയിട്ട് ഇൻസ്റ്റാൾ ആക്കുമ്പോൾ ഈ അക്കൗണ്ട് പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ അക്കൗണ്ട് പോയിട്ടുണ്ട്. ഇപ്പം എന്നത് 28 ആണ് ലെവല്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ 2 സ്റ്റീഗോനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്റ്റീഗോ ഡെഡ് ആയിട്ടുണ്ട്. അൺകോൺഷ്യസ് ആയി കിടത്തിയപ്പോൾ വേറെ അനിമൽസ് വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്തതാണ്. അങ്ങനെ അത് ഡെഡായിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒന്നും കൂടി ഉണ്ട് 40 ലെവലുള്ളത്. അത് മിക്കവാറും ഒരു 50-65 ലെവൽ എന്തായാലും കിട്ടും. സ്റ്റീഗോ നൈസാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. ഡെഡായിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ആക്കാൻ വല്ല ഹൈ ലെവൽ അനിമൽസിൻ്റെ ടീം ചെയ്യാൻ വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ ചുറ്റും അനിമൽസ് കയറാതെ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് ഉള്ളിൽ കയറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ ഗൈസ്.